മറ്റു വാർത്തകളിലേക്കാണ്. വിഴിഞ്ഞം പോർട്ട് കമ്മീഷനിങ്ങിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കേരളത്തിലെത്തും. നാളെയാണ് വിഴിഞ്ഞം തുറമുഖം ഔദ്യോഗികമായി കമ്മീഷൻ ചെയ്യുന്നത്. പ്രധാനമന്ത്രിയുടെ സന്ദർശനം കണക്കിലെടുത്ത് ഇന്നും നാളെയും തിരുവനന്തപുരം നഗരത്തിൽ കനത്ത സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഔദ്യോഗിക കമ്മീഷനിങ് നാളെയാണ് നടക്കുന്നത്. പ്രധാനമന്ത്രി തലസ്ഥാനത്ത് നേരിട്ടെത്തിയാണ് ഈ കമ്മീഷനിങ് നടത്തുന്നത്. പ്രധാനമന്ത്രി തലസ്ഥാനത്തേക്ക് എത്തുന്നത് കൊണ്ട് തന്നെ വലിയ സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത്. ഇന്ന് പ്രധാനമന്ത്രി വൈകിട്ട് എത്തുന്നതോടെ തന്നെ ശക്തമായ സുരക്ഷയോടെയായിരിക്കും ബാക്കിയുള്ള കാര്യങ്ങൾ ഇനി മുന്നോട്ട് പോകുന്നത്. പ്രധാനമന്ത്രി ഇന്ന് രാജ്ഭവനിലാണ് തങ്ങുന്നത്. അതിനുശേഷം നാളെ രാവിലെ മിലിറ്ററി ഹെലികോപ്റ്ററിലാണ് അദ്ദേഹം തുറമുഖത്തിലേക്ക് എത്തുന്നത്. തുറമുഖത്തിലെത്തിയതിനു ശേഷം അതീവ സുരക്ഷയോടെ തന്നെ അവിടുത്തെ കാര്യങ്ങൾ, അതായത് സ്ഥിതിഗതികൾ വിലയിരുത്തും. അതിനു പിന്നാലെയാണ് പ്രധാനമന്ത്രി ആ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്, അതായത് ഈ വിഴിഞ്ഞം കമ്മീഷനിങ് നടത്തുന്നത്. വിഴിഞ്ഞം കമ്മീഷനിങ് എത്തുന്നതോടെ തന്നെ തലസ്ഥാനത്ത് വലിയൊരു മാറ്റമുണ്ടാകുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് സംസ്ഥാന സർക്കാരിനുള്ളത്. കേന്ദ്രവും അതുപോലെ ഉറ്റുനോക്കുകയാണ്. ഈ പ്രദേശത്തൊക്കെയും ഇതുവരെയും കണ്ടിട്ടില്ലാത്തത്ര വലിയ സുരക്ഷയോടെയാണ് തയ്യാറെടുപ്പുകൾ നടക്കുന്നത്. ഇന്ന് ഈ തീരദേശ മേഖലകളിലൊക്കെ വലിയ സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കോസ്റ്റ് ഗാർഡ് അതോടൊപ്പം തന്നെ നേവിയും വലിയ ശക്തമായ സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. പെട്രോളിംഗ് നടത്തി വരികയാണ്. കരയിലും SPG കമാൻഡോകളുടെ ഒരു പ്രത്യേക സംരക്ഷണം ഒരുക്കിയിട്ടുണ്ട്. ഇതിനോടൊപ്പം തന്നെ സംസ്ഥാന പോലീസിന്റെ സുരക്ഷയും അതീവ ജാഗ്രതയോടെ തുടരുകയാണ്. തലസ്ഥാനത്ത് പ്രധാനമന്ത്രി എത്തുന്നതോടെ തന്നെ ശംഖുമുഖം, അതോടൊപ്പം തന്നെ രാജ്ഭവന്റെ മേഖല, അതോടൊപ്പം ഈ പ്രത്യേകിച്ചും മിലിറ്ററി ഭാഗങ്ങളിലെ ഏരിയ, പാങ്ങോട് മിലിറ്ററി ക്യാമ്പിന്റെ പരിസരവുമൊക്കെ അതീവ സുരക്ഷയോടെ തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. ഈ ഭാഗത്തൊക്കെയും ഗതാഗത നിയന്ത്രണം ശക്തമായി ഉണ്ടാകും. ഇന്ന് രാത്രി 10 മണി വരെയും നാളെ രാവിലെ 6 മുതൽ 2 മണി വരെയും ശക്തമായ ഗതാഗത നിയന്ത്രണം ഉണ്ടാകും. തലസ്ഥാനത്ത് ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു സുരക്ഷ തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത്. ഇനി വിഴിഞ്ഞം തുറമുഖത്തിന്റെ കാര്യം പറയുമ്പോൾ ഈ കാലഘട്ടത്തിലൊക്കെയും 240-ലധികം കപ്പലുകൾ വന്നുപോയ ഒരു സ്ഥലമാണ് വിഴിഞ്ഞം തുറമുഖം. ഈ കമ്മീഷനിങ് ചെയ്യുന്നതോടെ തന്നെ ഇനി കൂടുതൽ ചരക്ക് കപ്പലുകൾ വിഴിഞ്ഞം തുറമുഖത്തേക്ക് എത്തുമെന്നുള്ള കാര്യത്തിൽ തീർച്ചയാണ്. നാളെ കമ്മീഷനിങ് നടക്കുമ്പോൾ പോലും ചരക്ക് കപ്പലുകളുടെ സാന്നിധ്യം ഈ വിഴിഞ്ഞം തുറമുഖത്ത് ഉണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഏറ്റവും വലിയൊരു കാര്യം. ഇതിനെല്ലാം ഉപരി വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഏറ്റവും അടുത്ത ഒരു കാലയളവിലെ കാര്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ കഴിഞ്ഞ 1.5 മാസത്തിനിടെ 50-ലധികം കപ്പലുകൾ വിഴിഞ്ഞം തുറമുഖത്തിലെത്തി. കൂടുതൽ വലിയ ചരക്ക് കപ്പലുകൾ എത്താൻ സാധിക്കുന്ന ഒരു മദർ പോർട്ട് എന്നുള്ള നിലയിൽ വിഴിഞ്ഞത്തെ കാണുമ്പോൾ ഇനി ചരക്ക് ഗതാഗതം, അതോടൊപ്പം തന്നെ സാമ്പത്തിക വാണിജ്യ വളർച്ച എന്നൊക്കെ പറയുമ്പോൾ അത് വലിയ നിലയിലേക്ക് എത്തി വരാനുള്ള സാധ്യത വളരെ മുന്നിൽ കാണുന്നുണ്ട്. സംസ്ഥാന സർക്കാർ വലിയ പ്രതീക്ഷയോടെ പറയുന്ന, ഉറ്റുനോക്കുന്ന ഒരു വലിയ സംവിധാനം തന്നെയാണ് വിഴിഞ്ഞം തുറമുഖം. കേന്ദ്രത്തിന്റെ വലിയ പ്രതീക്ഷയാണ്. അതോടൊപ്പം തന്നെ നാളെ നടക്കുന്ന പരിപാടിയിൽ പ്രധാനമന്ത്രിയോടൊപ്പം മുഖ്യമന്ത്രിയും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറും അതോടൊപ്പം തന്നെ ഷിപ്പിംഗ് കേന്ദ്രമന്ത്രിയും ഒക്കെ പങ്കെടുക്കുന്നുണ്ട്. ഈ പ്രത്യേക ചടങ്ങിൽ 10,000-കണക്കിന് ആളുകളാണ് പങ്കെടുക്കുന്നത്. ഇത്രയും ആളുകൾ ഉണ്ടെങ്കിൽ പോലും അതീവ സുരക്ഷയോടെ തന്നെയായിരിക്കും ഈ ചടങ്ങ് നടക്കുന്നത്. അതിനുശേഷം 12 മണിയോടെ ചടങ്ങ് അവസാനിക്കുമ്പോൾ പ്രധാനമന്ത്രി മടങ്ങിപ്പോകുന്നതാണ്. അതുവരെയും സംസ്ഥാനത്ത് ഇതുവരെ കണ്ടിട്ടില്ലാത്തത്ര വലിയ സുരക്ഷ ഈ തലസ്ഥാനത്ത് തുടരുമെന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ക്യാമറാമാൻ ബിനിൽ നെടുമങ്ങാടിനും അജ്മലിനുമൊപ്പം വിഷ്ണു കരുണാകരൻ, കേരള വിഷൻ.